നമസ്കാരം. അങ്ങനെ വെറുതെയൊന്നും ഒരു എം.എൽ.എ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. തെളിവ് സഹിതം ചില കാര്യങ്ങൾ എം.എൽ.എ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉപ്പ് തിന്നവർ ആരൊക്കെയാണോ അവരൊക്കെ ഉറപ്പായിട്ടും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ചതിയും അഴിമതിയും കൂട്ടുപിടിച്ച് നടക്കുന്ന ചില പോലീസ് ഏമാന്മാർ കുടുങ്ങാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. എല്ലാ കാക്കിയിട്ട എല്ലാ അഴിമതിക്കാരും യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. ഒരിറ്റ് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടി തപ്പാമെന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് ഒരു അന്ത്യം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഭിത്തികൾക്ക് ജീവനുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും കണ്ണുകൾ തുറന്നിരിപ്പുണ്ട്. എല്ലാം ഒരാൾ കാണുന്നുമുണ്ട്. സ്വർണ്ണക്കടത്തിൽ കൂട്ടാളികളായിട്ടുള്ളവരുടെ സാമ്പത്തിക ഉറവിടങ്ങൾ വേരോടെ പി.വി. അൻവർ എം.എൽ.എ പുറത്തെടുത്തിടുക തന്നെ ചെയ്യും. അതിൽ ഇനി ഒരു തർക്കവുമില്ലെന്ന് RSSന്റെ പാദസേവകരായ പോലീസ് ഏമാന്മാർക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. കൊടും രാത്രിയുടെ മറവുകളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും അതും കണ്ടെത്തും. സാധാരണ ജനങ്ങളെ കഷ്ടപ്പെടുത്തി കൈക്കൂലി പോക്കറ്റിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അൻവർ എം.എൽ.എയുടെ അടുത്ത നീക്കം നിങ്ങളെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കരുതിയിരിക്കുക. എല്ലാ കാക്കിധാരികളോടുമാണ് പറയുന്നത്, നിങ്ങളെ തേടി ചില സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് പൊതുപ്രവർത്തകരുടെ ഒളിക്യാമറകളാണത്. എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇതിൽ നിന്നും ആർക്കും ഒരു പരിരക്ഷ ലഭിക്കില്ല. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനുമാവില്ല. ചരിത്രത്തിൽ ആദ്യമായി 125-ലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ. അത് നമ്മൾ എല്ലാവരും ഒന്ന് ഓർക്കണം. കുറ്റവാളികൾ ആ ധീര സഖാവിൽ നിന്ന് ഒരിറ്റു പോലും സഹതാപമോ അനുകമ്പയോ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചുണ്ടിനും കപ്പിനുമിടയിലെ കുറച്ച് സമയത്തേക്ക് സാങ്കല്പിക കഥകൾ ഏച്ചുകെട്ടി ഉണ്ടാക്കുന്നവരൊക്കെ സങ്കടപ്പെടേണ്ടി വരും. പി.വി. അൻവർ എം.എൽ.എ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ. അതല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കണം. അപ്പോൾ എല്ലാവർക്കും വളരെ സ്വാഭാവികമായി കാണാൻ കഴിഞ്ഞേക്കും സംഘപരിവാറുകാർ കലക്കാൻ നോക്കിയ തൃശ്ശൂർ പൂരമൊക്കെ എന്താണെന്നുള്ളത്.